എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലാൻഡ് 2 എന്നതിനുടെ 18ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുവാൻ ഷ്രക്ക് സ്കൂളിന്റെ ഹിസ്റ്ററി പറയുവാണ്. എന്തുകൊണ്ടാണ് ഈ അക്കാഡമിയിലെ ഷ്രക്ക് സെവൻ ഡബിൾസിന്റെ സ്റ്റാച്ചു വെച്ചത് എന്നത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവരാണ് ആദ്യം ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സ്, അത് സംബന്ധിച്ചിട്ട് വേറെ. അപ്പോൾ ബേബി അവരെ എലൈറ്റ് ടൂർണമെന്റില് ഫസ്റ്റ് അടിച്ചു, നമ്മുടെ അക്കാഡമിയുടെ പേര് ഫേമസ് ആക്കി, നമ്പർ 1 ആക്കി. അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ എലൈറ്റ് ടൂർണമെന്റിലെ ആണ് ഷ്രക്ക് സെവൻ ഡബിൾസ് പുനർജനിച്ചത്. അതിന്റെ റെസ്പെക്ട് എന്ന പോലെ ഇപ്പോഴും സോളോ എലൈറ്റ് ടൂർണമെന്റ് ഉണ്ട്, അതിന് ഇവരെ കൊണ്ടുപോകാനാണ് നിർക്കുന്നത്. ഇനി ഓർക്കണം, ഇവരാണ് കോർ സ്റ്റുഡൻസ്. മുൻപ് വരെ ഉണ്ടായിരുന്നത് കോർ സ്റ്റുഡൻസിനെ തിരഞ്ഞെടുത്തവരാണ്. ഇത് ഇന്നർ കോർട്ടിലേക്ക് പോകാനുള്ളതല്ല, അതിന് 4-5 വർഷം പഠിച്ചിട്ട് എക്സാം ഒക്കെ ചെയ്ത് പോകുന്നതാണ്. അപ്പോഴാണ് യൂസാൻഷി ഇപ്പോഴുള്ള ഷ്രക്ക് സെവൻ ഡബിൾസിനെ കുറിച്ച് പറയുന്നത്. അവരുടെ പേരെന്നത് ഷൗമി, യാബോഹെങ്, സിഫങ്, സിസി, ലിങ്, ലിയോ ചെൻ. അത് ചേർത്താണ് ഹാവോഷുവാനും ഗോങ്മോയും. ഇവര് ഷ്രക്ക് സെവൻ ഡബിൾസ് അവർ ഫൈനലിൽ കയറിയിട്ട് ആർക്കെങ്കിലും പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ കയറി ഫേമസ് ആകണം എന്ന പ്ലാൻ ഇടുമ്പോഴാണ് യുവാൻ പറയുന്നത്, നിങ്ങളാണ് ഷ്രക്ക് സെവൻ ഡബിൾസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്. അത് കേട്ട് അവർക്ക് വളരെയധികം ഹാപ്പിയായി, കാരണം അതൊരു നല്ലൊരു ചാൻസ് ആണ് അവർക്ക്. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ അവർ പറയുന്നത് ഒരു കോമ്പറ്റീഷന് തുടക്കം വരാൻ പോകുന്നു. അതിനു മുൻപ് ഷ്രക്ക് മോൺസ്റ്റേഴ്സുമായിട്ട് ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 1 മാസം കഴിഞ്ഞാണ് ആ മത്സരം അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേ സമയത്ത് യുഹാവാനെ വാണ്ടോ എങ്ങനെയും യുവാൻ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരുന്നു. അവരുടെ മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ല് അത് വളരെ പവർഫുൾ ആയിരുന്നു. എന്നാൽ ഓപ്പോണന്റ് അത് മനസ്സിലാക്കിയ അത് യൂസ്ലെസ് ആയിട്ട് പോകും. അതുപോലെ ഒരുപാട് സോൾ പവറും വേസ്റ്റ് ആകുകയും ചെയ്യും. അപ്പോഴാണ് യുഹാവയ്ക്ക് സിഗ്നല്. അവനത് മനസ്സിലാക്കിയിട്ട് ഡിറ്റക്ഷൻ അത് ഉപയോഗിച്ച് അതുകൊണ്ട് ഞെട്ടിപ്പോയി. ഇതൊരു 10 വർഷം പ്രായമുള്ള സോൾ ബിസ്റ്റിന്റെ അല്ല എന്ന് പറഞ്ഞ് അവനൊരു പ്രഷർ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ടാങ്സൻ ഒരു പ്രാവശ്യം അവന്റെ ലിമിറ്റ് എത്ര വരെ ഉണ്ടെന്ന് നോക്കിയത്. അതുപോലെ തന്നെ ഇവന്റെ ഫസ്റ്റ് സ്കില്ല് അത് സ്പിരിറ്റ് ആയി. അപ്പോൾ ഈ സ്കില്ല് എങ്ങനെ വന്നു? ഒരു സെഞ്ചുറി മില്യനും സോൾഡറിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ഒരേ ടൈമിൽ 2 സ്കില്ല് ഉപയോഗിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഇവനൊരു സെഞ്ചുറി മില്യന്റെ സോൾ ബിസ്റ്റ് ആവണം. എന്നാൽ യുഹാവ അവന്റെ ടാങ്ക് സെറ്റില് അവിടുത്തെ പർപ്പിൾ സ്പിരിറ്റ് ആ ടെക്നിക്ക് ഉപയോഗിച്ച് മെർജ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ സിമിലർ ആയിട്ടുള്ള ടെക്നിക്ക് അത് യൂസ് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവന്റെ സോൾഡറിങ് നോക്കിയപ്പോൾ അത് 1000 വർഷം ലിമിറ്റ് വന്നു. ടൈം എങ്ങുമ്പോൾ 1 മില്യൺ ഇയർ സോൾഡറിങ്ങും അതുപോലെ തന്നെ 10 ഇയർ സോൾഡറിങ്ങും കളർ സിമിലർ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയില്ല. എന്നാൽ ഇയാള് വളരെ സ്ട്രോങ് തന്നെയാണ്. അവരോട് ഇനി പൊയ്ക്കൊള്ളാനും, ഇനി മുതൽ നിങ്ങളാണ് ഷ്രക്ക് സെവൻ ഡബിൾസിലെ ബാക്കപ്പ്. വരാൻ പോകുന്ന സോൾ മാസ്റ്റേഴ്സിന്റെ കോമ്പറ്റീഷനിൽ അത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു. അവരും പോകുന്ന ടീംസ് അവിടെ ഉണ്ട്. അവർ കാരണം ആണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ അല്ല, എല്ലാവരും ഒരേ ലൈനിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സ്കില്ല് യൂസ്ലെസ് ആയി പോയിന്. യൂസാൻഷി അവനെ പിടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനാണ്. ഷ്രക്ക് സെവൻ ഡബിൾസ് ഉള്ളവരും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അവരും ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നു. അത് കഴിഞ്ഞ് ഞാനാണ് നിന്നേക്കാൾ പ്രായം കൂടുതൽ, കുറവ്, സീനിയർ, അങ്ങനെ പറഞ്ഞു പോവാണ്. കാഴ്ച യുഹാവനോട് ഞാൻ ബേബി ആയിട്ട് സംസാരിച്ചു. ആ സോൾ ഗൈഡിങ് ടാങ്ക് സെറ്റ് കിട്ടുന്ന വെപ്പൺസ് ആയിട്ട് അതുമായിട്ട് കമ്പൈൻ ചെയ്ത് വളരെ പവർഫുൾ ആയത് പുതിയ ഒരു സോൾ ഗൈഡിങ് ടൂൾസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ടാങ്ക് സെറ്റ് ചേർന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്ന് ഷോക്ക്. അതിനുശേഷം ഷവിയന്റെ പാർട്ടി അവർ ജയിച്ചതും അതുപോലെ തന്നെ ടാങ്ക് സെറ്റിലെ ജോയിൻ പുതിയ മെമ്പേഴ്സൊക്കെ വന്നതും അതിനുവേണ്ടി അങ്ങനെ കാര്യങ്ങൾ പറയുന്നു. അവളുടെ മുഖത്ത് എന്തൊരു സങ്കടമുണ്ട്. മേ ബി അവൾ ഒറ്റയ്ക്കാകുന്നു എന്ന തോന്നലുള്ളതുകൊണ്ടാക്കാം. ബേബി അവരോട് നാളെ എൽഡർ ചെയ്യുവാൻ എന്തോ ഒരു പണി വെച്ചിട്ടുണ്ട്, അത് ടഫ് തന്നെയാകാം. അങ്ങനെ പണി എന്താണെന്നല്ല, ആ ഫൈറ്റ് പ്രാക്ടീസ് തന്നെയാണ്. വരാൻ പോകുന്ന കോമ്പറ്റീഷൻ അങ്ങനെ ഒരു പകുതി മാസം കടന്നുപോയി. അവരുടെ ലെവലും അതിനനുസരിച്ച് കയറുന്നുണ്ട്. യുഹാവയ്ക്ക് തന്നെ 27 ലെവലായി. അതിന് മെയിൻ കാരണം ആ സോൾ ബൺ കൂടി ഉള്ളതുകൊണ്ട്. യുവാനപ്പോൾ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. എന്നാലൊരു കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ ഇതായിട്ടില്ല. അതിനെന്താണ് വഴിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുണ്ട്, ഷ്രക്ക് സെവൻ ഡബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവരവിടെ നിന്ന് വരുവാണ്. ഇവരാണ് ഷ്രക്ക് സെവൻ ഡബിൾസ് എങ്കിൽ യുഹാവോ അവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അവർ വന്ന് നിൽക്കുന്നു. യുഹാവോനെ കണ്ട ഒരു സ്മൈല് ഷവിയല്ല ഷൗമി. അത് വാങ്ഡോങ്ങിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഷ്രക്ക് മോൺസ്റ്റർ ആകണമെങ്കിൽ നിങ്ങളെക്കാൾ ലെവൽ കൂടിയ ആൾക്കാരെ ചാലഞ്ച് ചെയ്യണം. അവരുടെ പേരൊക്കെ പറയാനായിട്ട് തുടങ്ങി. ഞാൻ മറന്നും പോയി. യാവോഷുവാൻ, ലിങ്, സിഫങ്, മോഗോങ്, സിസി, ഇത്ര പേരാണ് സോൾ കിങ് ലെവല്. പിന്നെ ഡൈഹാവോ ബെങ്ങല്ല ഹെങ്, അതിന് പകരമായിട്ട് യാവോ ഹെങ് എന്ന് പറയാം. 67 ലെവല് വൈസ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ഷൗമി 67 ക്യാപ്റ്റൻ. യുഹാവയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ ഹാവോ ഹെങ് ഡൈഹാവന്റെ മകനാണ്, എൽഡസ്റ്റ് സണ്ണ്. അപ്പർ ക്ലാസ് കോമ്പറ്റീഷൻ അതാണ് അതിന്റെ പേര്, ആ ടൂർണമെന്റിന്റെ പേര്. എങ്ങനെയാകുമോ എന്തോ എന്ന് വാങ്ഡോങ്. അതിനുശേഷം മീറ്റിംഗ് ഹാള്
ഇവർക്ക് ഷ്രെക്ക് മോൺസ്റ്റേഴ്സിനെ പരസ്പരം അറിയില്ല. മാച്ച് ആകുമ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ മാച്ച് വെക്കേ എന്ന് യുവാൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിപ്പോയി. നമ്മളെ കൊല്ലാനാണോ? അപ്പോഴാണ് നിങ്ങൾ പരസ്പരം ചെയ്യേണ്ടത്, നിങ്ങൾ മിക്സ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഷാവമി അതുപോലെ തന്നെ യാവോഹിങ് ഓപ്പോണന്റ് ആയിട്ട് അവൾക്ക് ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ 2 മെയിൻ പ്ലേയേഴ്സും 4 സബ്സ്റ്റിറ്റ്യൂട്ടും. യാവോഹിങ്ങിന് 3 മെയിനും 3 സബ്സ്റ്റിറ്റ്യൂട്ടും. അവൾ ആദ്യം വിളിക്കാനായിട്ട് പറയുകയാണ്. ഫസ്റ്റ് വിളിക്കുന്നത് മോനെ മോഗാങ്ങിനി, അതുപോലെ തന്നെ യുഹാവോനി, പിന്നെ ബാക്കിയുള്ളവരെയും വിളിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പോവുകയാണ്. യുസാൻഷി ഞാൻ വന്നതിൽ ഹാപ്പിയാണ്. ഇനിയുള്ളത് 2 പേര്, വാങ്ടോങ്ങും അതുപോലെ തന്നെ ശൗശവും. വാങ്ടോങ് മനസ്സിലാണെങ്കിൽ എന്നെ അവൾ ഉറപ്പായും വിളിക്കില്ല, ഇനി വിളിക്കോ എന്ന രീതിയാണ്. എന്നിരുന്നാലും ഷാവമി അവളെ തന്നെ വിളിക്കുകയാണ്. യുവാന് ശരി, നല്ല തീരുമാനം, 10 മിനിറ്റ് ടൈം തരാം, അതിനു മുൻപ് പ്രിപ്പയർ ആകാനായിട്ട് പറഞ്ഞ് പോകുന്നു. അവളുടെ ഒരു ചാട്ടമാണ്. അവരങ്ങനെ പ്ലാനിങ്, ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ നേരിടാൻ പറയുമ്പോൾ അവരും അത് സമ്മതിച്ച് സേഫ് എങ്ങനെ ബേബി അതുപോലെ തന്നെ ശിശി നേരിടാം എന്ന് പറഞ്ഞ് യുഹാവനോട് നീയാണ് വിജയത്തിന്റെ കൈ. എന്താ വാങ്ടോങ് കോമ്പറ്റീഷനിൽ ഒരു സോൾ ഗൈഡിങ് കാണുമല്ലോ എന്ന് നിങ്ങളുടെ ആരുമില്ല എന്ന് പറയുമ്പോൾ ഒരാളുണ്ടായിരുന്നു. സോൾ ഗൈഡിങ് വെച്ചായതുകൊണ്ട് തന്നെ അവൻ ലോസായി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ അധികം നാൾ പോകില്ല, പുള്ളി സോൾ നെസ്റ്റേഴ്സ് മാത്രമായിരിക്കും നന്നായിട്ട് പോവുക എന്ന് സോൾ ഗൈഡിങ് ഡിവിഷനെ താത്തി പറയുന്നു. അത് കായിട്ടുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോൾ ഗൈഡിങ്ങിന്റെ വില ഞാൻ കാണിച്ചു തരാം എന്ന് പറയുവാണ്. അപ്പോൾ ഷാമി, ഞാൻ സ്ട്രെങ്തിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, അതിനുശേഷം മനസ്സിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ ഒരു നാൾ അത് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് കായിട്ടു. അതിനുശേഷം അവർ സെറ്റായി എന്ന് പറയുമ്പോൾ അരീനയെ കാണാം എന്ന് രണ്ടുപേരും പറഞ്ഞ് ടീം അങ്ങനെ അരീനയിലും എത്തി. അവരവിടെ നിന്ന് റെഡി ആയിട്ട് എന്നൊക്കെ കാണിച്ചു തരടാ എന്ന രീതി അവരുടെ മാർഷൽ സോൾ റിലീസ് ചെയ്യാനായിട്ട് പറയുന്ന. മോഗാങ്ങിൻ്റെത് റെയിൻബോ ഡ്രാഗൺ ആണ്. ഇതൊരു ബീസ്റ്റ് ആണെങ്കിലും സപ്പോർട്ടിങ് ടൈപ്പ് ആണ്, ക്യുബാവ ആംബർ പഗോഡ പോലെ. അപ്പോൾ വാങ്ടോങ് അവളുടെ മാർഷൽ സോൾ അതെടുക്കുന്നു. വേൾഡിലെ തന്നെ ബ്യൂട്ടിഫുൾ മാർഷൽ സോൾ ആണല്ലോ, അത് കണ്ട് അവർക്ക് അതിശയം. യുഹാബന്റെ സോൾഡർ കണ്ട് മോഗാങ് ഞെട്ടിപ്പോയി. അത് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാണാതെ ഞെട്ടിക്കില്ലല്ലോ. യുഹാബ അപ്പോൾ ഇതിന്റെ സ്പിരിച്വൽ ഡിറ്റക്ഷൻ അത് ഉപയോഗിക്കുന്നു. അത് എല്ലാവരുടെയും മൂവ്മെന്റ് അതെല്ലാം മനസ്സിലാക്കി, അതുകൊണ്ട് അത്ഭുതം. അതിനുശേഷം അവരുടെ ഫൈറ്റ് മോഗാങ് സോൾ സ്കില്ല് കൊടുക്കുന്ന അത് സോൾ പവറാണ്. 50% എക്സ്ട്രാ കൂടി വെച്ച് അവർക്ക് ഫൈറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പിന്നോട്ട് അടിക്കുവാണ്. അവരുടെ ഫൈറ്റ് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അത് കുറച്ചു നേരം എല്ലാവരും പല വഴിക്കുന്ന അടിക്കുന്നു. ലിങ് അവരുടെ മാർഷൽ സോൾ അത് ഐസ് ആട്രിബ്യൂട്ട്സ് ഉള്ളതാണ്, അത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അതൊരു നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അവർക്ക് കിട്ടിയത്. ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ഷാവമി പറയുമ്പോൾ ഹോൾഡാ, ഞാൻ ഒരു സോൾ കിങ് ലെവലുള്ളവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ ജെയ്ഡ് സ്കോർപ്പിയൻ അതിന്റെ മാർഷൽ സോൾ എടുക്കുന്നു. അതിന്റെ ഔറ തന്നെ അവൾ ഉപയോഗിച്ച സ്കില്ല് ഇല്ലാതാക്കി. അവൾക്കെന്നല്ല അവിടെയുള്ള എല്ലാവർക്കും ഇപ്പം എന്താ നടക്കുന്നതെന്ന രീതി അത് വളരെ പവർഫുൾ ആയിരുന്നു. ആ ബീസ്റ്റിനെ കണ്ട് ഞെട്ടിയെങ്കിലും ഒറ്റ സെക്കൻഡിൽ അവളെ ഫ്രീസാക്കി കളഞ്ഞ്. ഷൗമിക്കത് ഇത് സെൻച്വറി മില്യനെ സോൾ ബീസ്റ്റാണ് എന്ന് പറഞ്ഞ് ഷോക്കായി. അപ്പോഴേക്കും യുവാൻ വന്ന് ഇത് സ്റ്റോപ്പ് ആക്കാനായിട്ട് പറയുന്നു. യുഹാബ അത് നിർത്തിയിട്ട് കാര്യം ചോദിക്കുമ്പോൾ ഷൗമി അവനോട് ദേഷ്യത്തെ സംസാരിക്കുന്നു. അപ്പോൾ അവളല്ലേ പറഞ്ഞേ ഹോൾഡ് ചെയ്യാൻ, ഞാൻ ഇത്ര ചെയ്തുള്ളൂ എന്ന രീതി. യുവാൻ ഫെയർ ആയിട്ട് ഡിസിഷൻ എടുത്തു. ലിങ് അവൾ അവൻ്റെ മുന്നിൽ തോറ്റു, അതുകൊണ്ട് തന്നെ പുറത്തു പോകാനായിട്ട് പറയുകയാണ്. അതിനുശേഷം ഹാവോഹെങ് അവരെ എതിർക്കാനായിട്ട് പുതിയ പ്ലാൻ ഇട്ട് ഞാൻ ശിശിനെ നേരിടാം എന്ന് സിഫങ്. അപ്പോൾ യാവോശവൻ അവൻ്റെ മാർഷൽ സോൾ എടുക്കുന്നു. അതൊരു ഗേപ്പാണ്, സൗണ്ട് വേവാണ് മെയിൻ, അത് കൺട്രോളും ചെയ്യും. അതിനുശേഷം ഫൈറ്റ് തുടങ്ങി. സിഫങ്ങിൻ്റെ സ്പീഡ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടീമിൽ ശിശിൻ്റേത് യുഹാവൻ്റെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് പോലും ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അത് വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് യുഹാവ്. യാവോഹിങ്ങും ബാരിയറൊക്കെ വെച്ചാണ് അത് തടയുന്നത്. ഇതേ സമയത്ത് ഷാവമി സിഫങ്ങിനെ ട്രാപ്പാക്കി. ബൈബൈ യുസാൻഷിയും കൂടെ ഫൈറ്റ് അതവിടെ നടക്കുവാണ്. അപ്പോൾ യാൻസിൻ്റെ ഒരു സോൾ സ്കില്ല് അത് വെച്ച് അവരെല്ലാവരെയും ലോക്കാക്കി. അതുപോലെ തന്നെ ഇവർക്ക് ടീംസിന് അവർക്ക് എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരുന്ന സോൾ പവറും അതുപോലെ തന്നെ മൈനസ് സോൾ പവറും ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും അടിച്ച് തെറിപ്പിക്കുകയാണ്. അവരുടെ സോൾ പവർ വീക്കായി പോയതുപോലെ എന്ന് പറയുന്നത്. ഞാനിവിടെ മാർഷൽ സോൾ കണ്ട് ഇത് ഷ്രെക്ക് മോൺസ്റ്റേഴ്സിലെ ഷിയാബോന്റെ പോലെ ഉണ്ടല്ലോ എന്ന രീതിയിൽ ശശി. എന്നിരുന്നാലും ഹാവഹിങ് അടിക്കാനും ബൈബൈ യൂസാൻഷിനെ അടിക്കാനും നോക്കുന്നുണ്ട്. അവരെ തടയുന്ന സമയത്ത് 3 പേരും കൂടി അറ്റാക്ക്. എന്നാൽ അവർ സിമ്പിളായിട്ട് തട്ടേറ്റ് യുഹാവ വാങ്ങിട്ടൊന്നിക്കായിട്ട് അവർ തെറിച്ചുപോയി വീഴുവാണ്. പിന്നെ ഷൗമി യാവഹിങ്ങുമായിട്ടാണ് പിന്നെ നേരിടുന്നത്. ആ സമയത്ത് സിഫങ് ഷൗമിയായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കൊണ്ട് യുഹാവ ഷോക്കായി പോയി. ഒരു സോൾ സ്കില്ല് അത് ഉപയോഗിച്ച് വരുന്നു. അത് തടയാൻ 2 പേരെയും അവർക്ക് കഴിയില്ല. എന്നാൽ ഷൗമി ഇത് മുൻപേ പ്ലാൻ ഇട്ടിരുന്നു, സിഫങ്ങിനെ ബൈബൈ ശിശി നേരിടണം എന്നത്. അതുപോലെ തന്നെ ചെയ്യുവാണ്. ഇപ്പോൾ 2 പേരും കൂടി സിഫങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നു. വാങ്ടോങ്ങിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹാവഡോങ് എന്ന ഫ്യൂഷൻ സ്കില്ല് ചേർത്ത് അതുപയോഗിച്ചപ്പോൾ യൂസാൻഷി തടയുകയാണ്. എന്നിട്ട് യുഹാവോ വാങ്ടോങ്ങിനെ യൂസാൻഷി നാനിയും കൂടി ചേർന്ന് അറ്റാക്ക്. ഇതിനിടയ്ക്ക് ശൗശോ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. കായിട്ടു യാൻചെങ്ങിനെ നേരിടുന്നു. ഇടയ്ക്ക് എല്ലായിടത്തും പോയിട്ട് അവിടെ സോൾ ഗൈഡിങ് എക്സ്പ്ലോഷൻ അത് വെച്ചിട്ട് അതെല്ലാം പൊട്ടിച്ച്
ഒരു മാസ ലുക്ക്. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ സ്മോക്കായി. ഷവമി ഇത് കണ്ടിട്ട് കൊള്ളാം എന്ന് പറയുകയാണ്. എന്നിട്ട് മെറ്റർ ഷവർ എന്ന സ്കില്ല് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. സപ്പോർട്ടായിട്ട് മോഗങ്ങും കൂടെയുണ്ട്. അവന്റെ പവർ കൂടി കിട്ടിയപ്പോൾ വളരെയധികം പവർഫുൾ ആയതുപോലെ അവർ ഷീൽഡ് അതുപോലെ ബാരിയർ അങ്ങനെ എല്ലാം വെച്ച് തടയാൻ നോക്കി. എന്നാൽ അധിക നേരം ഷീൽഡിന് പിടിച്ചെടുക്കാൻ പറ്റില്ല. അവർക്ക് പരിക്ക് പറ്റും എന്നാകുമ്പോൾ യുവാൻ വന്ന് അവരെ രക്ഷിക്കുവാണ്. യാവകങ്ങ് പ്രൊട്ടക്ഷൻ ബാരിയർ അത് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനി മെയിനായിട്ടുള്ള 3 പേര് മാത്രമാണ് ഉള്ളത്. യാവകങ്ങ്, ഷിഫങ്ങ്, യാൻസെന്ന്. ഓപ്പോസിറ്റ് 7 പേര് നമ്മൾ മതി എതിർക്കാൻ. ഇതിനിടയ്ക്ക് യൂസാൻസി ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത് വലിയ കാര്യമായിട്ട് പറയുമ്പോൾ എനിക്ക് തന്നെ എന്നെ നോക്കറിയാം. എന്നാൽ ഷാമിയുടെ പവർഫുൾ അറ്റാക്ക് കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സോൾ പവർ പോയിട്ട് വീക്കായി വീഴുവാണ്. യാവകം കണക്ക് 3 സോൾ സ്കില്ല് ഒരുമിച്ചെടുക്കുന്നു. അത് വളരെയധികം പവർഫുള്ളായ ഒന്നായിരുന്നു. യുഹാബ നോക്കാന്ന് പറയുമ്പോൾ അവനോട് മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് ചെയ്യാനായിട്ട് പറയുന്നു. എന്നിട്ട് എതിർക്കാനായിട്ട് നോക്കി. എന്നാൽ അധികം നേരം വന്ന് അവൾക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. വീഴുന്നു, പിന്നെ അറ്റാക്ക് ചെയ്യുന്നു, വീഴുന്നു. കായിട്ടു യുൻഷെങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നു, സിസി സീഫെങ്ങിനെയും. അങ്ങനെ ഹെൽപ്പായിട്ട് ബേബുണ്ട്. അങ്ങനെ ഒരു ടൈം അങ്ങനെ പോവുകയാണ്. ഷവമിനെ അടിച്ചിടുമ്പോഴാണ് യാൻവാങ് ആ ലൈറ്റ് റോഡ് ഉപയോഗിക്കുന്നത്. അത് തടയാൻ ഏപ്പ് ഇടയിൽ കയറി നിന്നുവെങ്കിലും മാർഷൽ സോൾ പോലും സെപ്പറേറ്റ് ആയതുപോലെ. അതുകൊണ്ട് അവർക്ക് തന്നെ ഷോക്കായി പോയി. അവർ റെഡിയായി പിന്നെ വന്ന് എന്ന ഗോൾഡ് സ്റ്റാറ്റുവേറ്റ് മാറുകയാണ്. ഇനിയുള്ളത് സിഫൻ. അവനെ അടിച്ചിട്ട് ഗീവ് അപ്പ് ചെയ്യുക, അതാണ് നിനക്ക് നല്ലത്. അവർ 7 പേരുണ്ട്. അവന് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ തോൽവി സമ്മതിയാണ്. മോഗങ്ങാണെങ്കിൽ യുഹാവന്റെ സോൾ സ്കില്ലിന്റെ ഇംപ്രസീവ് ആയി പോയി. കാരണം അങ്ങനെ ഒരു സോൾ സ്കില്ല് ഇതുവരെ കണ്ടിട്ടില്ല. കായിട്ടുവിന്റെ സോൾ ഗൈഡിങ് അറ്റാക്ക് അത് അടിപൊളിയായിരുന്നു എന്ന് ഷവമി അവരുടെ സ്റ്റാച്ചു അത് മാറ്റുകയും ചെയ്തത്. അപ്പോൾ യോ വന്നിട്ട് അവർ ജയിച്ചതിൽ കൺഗ്രാറ്റ്സ് പറഞ്ഞ്. എന്നാൽ ഇത് വളരെ ബോറായി തുടങ്ങി. ഇനി ടീം മാറ്റാന്ന് പറഞ്ഞ് യുഹാബ വാങ്ങട്ടങ്ങനെ യാവകങ്ങിന്റെ അടുത്തേക്ക് ഇട്ടു. അവിടുന്ന് നനിയും അതുപോലെ തന്നെ യാൻഷുവാങ്ങിനെയും. ലിങ്കും പഴയതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ പേര് മാറിപ്പോയെന്ന് തോന്നുന്നു. യാവകങ്ങാണെങ്കിൽ എങ്കിലും നമ്മൾ 3 മെയിൻ ടീംസ് അല്ലേ ഉള്ളൂ. അതിൽ യുവ 4 പേരുണ്ടായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്ക്. അവർ സമ്മതിച്ച് ടീം സെറ്റായി. യുഹാവനെ വിളിച്ചിട്ട് നിന്റെ മാർഷൽ സോൾ കൊള്ളാം, ഒന്നും ഇനി ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യാവകിങ്ങിന്റെ സ്വഭാവം ഹുവാബിനെ വെച്ച് നല്ലതാണ് എന്ന് യുഹാവ മനസ്സിൽ വിചാരിക്കുകയാണ്. അവരങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.